റിപ്പോർട്ടർ ഇംപാക്ട് കൊല്ലം ചിതറയിൽ സർക്കാർ നിർമ്മിത ഫ്ളാറ്റിൽ കൂട്ടിയിട്ട മാലിന്യം നീക്കം ചെയ്തു തുടങ്ങി. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങളെയും വിളിച്ചുവരുത്തിയാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. കൊല്ലത്തെ പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിൽ നിന്ന് വാഹനം എത്തിച്ച് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നു. 20 കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ളാറ്റ് പിന്നീട് ഹരിത സംരക്ഷണ സേനയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറ്റുകയായിരുന്നു. ദിലീപ് ദേവസ്യ ചേരുന്നു. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ നമ്മുടെ ഇടപെടലിലൂടെ കഴിഞ്ഞിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഇപ്പോൾ മാലിന്യം പൂർണ്ണമായും ഇന്ന് തന്നെ നീക്കുമോ അവിടെ നിന്ന്? സുജിയ, ഒരിക്കലും ഇന്ന് ഒരു ദിവസം കൊണ്ടൊന്നും നീക്കാൻ പറ്റുന്ന മാലിന്യമല്ല. നമ്മൾ ഈ വാർത്ത നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ കൊച്ചി, ബ്രഹ്മപുരം പോലെ, നെളിയമ്പറമ്പ് പോലെ, വിളപ്പിൽശാല പോലെ ഒരു കേന്ദ്രമായി മാറിയേനെ ചിതറയിലെ ഈ ചക്കമലയിലുള്ള ഫ്ലാറ്റ്. കാരണം പുതിയൊരു ഫ്ലാറ്റ് ഉണ്ടാക്കുകയും അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഒരാളെപ്പോലും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് പോലും ആ ഫ്ലാറ്റ് നൽകിയില്ല. തിരുവനന്തപുരം ചെങ്കോട്ട റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ താമസിച്ചിരിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലാറ്റായിരുന്നു. 2.5 കോടി രൂപ ചെലവിലാണ് 500 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലൊരു ഫ്ലാറ്റ് ഉണ്ടാക്കുകയും ആ ഫ്ലാറ്റ് ഒരു മനുഷ്യന് പോലും ഉപകാരപ്പെടാതെ അതിൽ മാലിന്യം കൊണ്ട് തള്ളുക. ചിതറ പഞ്ചായത്തിൽ അവിടുന്ന് ലഭിക്കുന്ന പല മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇത് റിപ്പോർട്ടർ TV വാർത്ത നൽകുകയും ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ചിതറ പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി ഈ മാലിന്യം അവിടെ നിന്നെടുത്ത് കൊല്ലത്തെ പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ ലോറികൾ വന്നു പോകുന്നു, അതിൽ നിറച്ച് കൊണ്ടുപോകുന്നു. ഏകദേശം ഒരു 200 യൂണിറ്റ് അല്ലെങ്കിൽ 200 ലോഡ് മാലിന്യമെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. 20 ഫ്ലാറ്റുകൾ, ജനങ്ങൾക്ക് കൊടുക്കേണ്ട 20 ഫ്ലാറ്റുകളിൽ അതിൽ 19 എണ്ണത്തിലും മാലിന്യങ്ങൾ നിറച്ചിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അത് നമ്മൾ 2 ദിവസം അടുപ്പിച്ച് സംരക്ഷണം ചെയ്യുകയും ഇതോടൊപ്പം ചിതറ പഞ്ചായത്ത് അത് ഉടൻ തന്നെ മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇന്ന് മാലിന്യം അവിടെ നിന്ന് മാറ്റി തുടങ്ങുകയും ചെയ്തു. ഇനി 2 ദിവസം കൊണ്ട് തന്നെ മാലിന്യം പൂർണ്ണമായി അവിടുന്ന് മാറ്റും. അതോടൊപ്പം തന്നെ ആ കിണർ വൃത്തിയാക്കും. അത് ഇനി ആർക്ക് കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. സുജയ. ഓക്കെ ദിലീപ് ദേവസ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുക. നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. അതിലിപ്പോൾ നടപടിയായിരിക്കുന്നു. ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ടേ തീരൂ. അധികൃതരുടെ കണ്ണിൽ എല്ലാം പെടണമെന്നില്ലല്ലോ.